ഹലോ ഗേസ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോന് ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് BGMI ടൂർണമെന്റ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ക്വാളിഫയേഴ്സ് 1-ൽ നിന്നും 12 ടീമുകളാണ് ഓപ്പൺ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. നമ്മുടെ ടോപ്പ് ടീമുകളായുള്ള മെഡലി സ്പോർട്സ്, ജെല്ലി, ഗുജറാത്ത് ടൈഗേഴ്സ് തുടങ്ങിയ ടീമുകളാണ് ഈ ഒരു ക്വാളിഫയേഴ്സ് നിന്നും ക്വാളിഫൈ ആയി വന്നിട്ടുള്ളത്. ഇനി ക്വാളിഫയേഴ്സ് 2-ൽ നിന്നും ബാക്കി ടീമുകളും കൂടി ക്വാളിഫൈ ആയി വരാനുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഓപ്പൺ ഫൈനൽസ് 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൽ നിന്നുമാണ് ഇൻവൈറ്റഡ് ടീംസുകളുടെ കൂടെ കളിക്കുന്ന ആ ഒരു മെയിൻ ഇവന്റിലേക്ക് ഇതിൽ നിന്നും കുറച്ച് ടീമുകൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആവുന്നുള്ളത്. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് SA2-ൽ പുതിയൊരു കണ്ടന്റ് ക്രിയേറ്ററും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഗോഡലിൽ ആദ്യം ഉണ്ടായി, അതിനുശേഷം ഗോഡലിൽ നിന്നും ഇറങ്ങിയ ഹർഷിത എന്ന് പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇപ്പൊ SA2-ൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇന്നലെ നമുക്ക് അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കാണാനായിട്ട് സാധിച്ചു. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് BGMIയുടെ ഒരു ഒഫീഷ്യൽ ഇവന്റ് വരുന്ന ദിവസങ്ങളിൽ വരാനിരിക്കുകയാണ്. BGMI ക്രിസ്മസ് ഫേസ് ഓഫ്, ഒരു ക്രിയേറ്റേഴ്സ് ഇവന്റ് ആണ് വരാനിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് 16 ക്രിയേറ്റേഴ്സും ഇ സ്പോർട്സ് പ്ലേയേഴ്സിനും ഒക്കെയാണ് ഈ ഒരു ഇവന്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ജോനതൻ ഡൈനാമോ തുടങ്ങിയുള്ള പ്ലേയേഴ്സ് ഒക്കെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു മലയാളി ക്രിയേറ്ററിനും ഇത്തവണ ഇതിലേക്ക് ഇൻവൈറ്റ് കിട്ടിയിട്ടില്ല. അത് മാത്രമാണ് ഒരു സാഡ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ഇവന്റ് നമുക്ക് 20-21 ദിവസങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ഇവന്റിലായിരിക്കും BGMIയുടെ 2025 റോഡ് മാപ്പും അനൗൺസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം അടിപൊളിയായിരിക്കും ഈ റോഡ് മാപ്പ് എന്നുള്ളത്. ഈ ഒരു ഫൺ ഇവന്റും ഭയങ്കര ആ ഒരു വൈബിൽ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ കമ്മ്യൂണിറ്റിയിൽ കുറെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് പൂൾ ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഗ്ലോബൽ സ്പോർട്സിന്റെ ഓണറായുള്ള രുഷീന്ദ്ര സിൻഹ ട്വീറ്റായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടും കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ പറയുന്നത് BGMI 2025 റോഡ് മാപ്പ് നമ്മളുടെ ഇന്ത്യൻ BGMI എക്കോസിസ്റ്റത്തെ സേവ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അതിനുശേഷം 2024 ജയിച്ചിട്ടുള്ള പ്രൈസ് പൂൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ, എത്ര ടീമുകൾക്ക് കിട്ടി എന്നുള്ള രീതിയിലൊരു ട്വീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ ടീമുകളെയും മെൻഷൻ ചെയ്ത്, അതായത് ക്രാഫ്റ്റൺ പറയുന്നു, ക്രാഫ്റ്റൺ സ്കൈ സ്പോർട്സിന് പേയ്മെന്റ് കൊടുത്തു, സ്കൈ സ്പോർട്സ് പറയുന്നത് ടെസ്റാറ്റിന് പേയ്മെന്റ് കൊടുത്തു, ടെസ്റാറ്റ് പറയുന്നു ഞങ്ങൾക്ക് ഇതുവരെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല. ആ ഒരു രീതിയിലാണ് ടൂർണമെന്റ് ഓർഗനൈസേഷൻസ് ഇപ്പോൾ ടീമുകളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് പൂളും കാര്യങ്ങളും ഒന്നും ടീമുകൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആകും, അല്ലെങ്കിൽ ടീമുകൾക്ക് സാലറി, പ്ലേയേഴ്സിന് സാലറി കൊടുക്കും എന്നുള്ള ആ ഒരു ഇതിലാണ് അവരും നിൽക്കുന്നത്. ടീമുകൾക്കും പ്ലേയേഴ്സിനും ഇത് എക്സ്പോസ് ചെയ്യാനും ഭയങ്കര പേടിയാണ്. ഇപ്പൊ ടൂർണമെന്റ് ഓർഗനൈസേഴ്സിനെ പ്രൈസ് പൂൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ടൂർണമെന്റുകളിലൊന്നും അവർക്ക് സ്ലോട്ട് കിട്ടില്ല. സ്കൈ സ്പോർട്സിനെ എക്സ്പോസ് ചെയ്ത സ്കൈ സ്പോർട്സിന്റെ ടൂർണമെന്റിൽ സ്കൈ സ്പോർട്സ് സ്ലോട്ട് തരില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിഷേഴ്സിന് ഇപ്പൊ ക്രാഫ്റ്റനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതും അവരുടെ ആ ഒരു ഡീലിങ്സിനെ ബാധിക്കും. അതുകൊണ്ടാണ് കുറെ പേര് ഇത് എക്സ്പോസ് ചെയ്യാതെ എല്ലാം ഉള്ളിലൊതുക്കി, അല്ലെങ്കിൽ പ്രൈവറ്റ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ലീഗൽ ആക്ഷനിലേക്കൊന്നും പോവാതെ നിൽക്കുന്നത്. എന്നാൽ നമുക്ക് നോക്കാം, ഈ ഒരു പ്രൈസ് പൂളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മളെ ഗെയിമിങ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ബാധിക്കുന്നതായിരിക്കും. എന്തായാലും ക്രാഫ്റ്റൺ അല്ലെങ്കിൽ പബ്ലിഷേഴ്സ് ഇതിന് നല്ലൊരു പുതിയ റൂൾ എന്തെങ്കിലും കൊണ്ടുവരണം. ഇവന്റ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇങ്ങനെ പേയ്മെന്റ് ഫുള്ളാക്കി കൊടുക്കണം, അല്ലെങ്കിൽ 90 ദിവസമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊടുക്കണം. കൊടുക്കാത്ത TOസിന് ഇനി ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യാനുള്ള അവകാശം തരില്ല. അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലും പുതിയ റൂൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൈസ് പൂൾ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ഇതിനുശേഷം നമ്മൾ സ്കൈ സ്പോർട്സിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു റിപ്ലൈ കാണാനായിട്ട് സാധിച്ചു. കാരണം BMPS നടത്തിയത് ടെസ്റാറ്റും സ്കൈ സ്പോർട്സും കൂടി കൂടിയിട്ടാണ്. അപ്പൊ സ്കൈ സ്പോർട്സ് ഇതുവരെ പ്രൈസ് പൂൾ കൊടുത്തിട്ടില്ല എന്ന രീതിയിൽ ചർച്ചകളും വരുന്നുണ്ട്. അപ്പൊ സ്കൈ സ്പോർട്സിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ എന്ന് പറയുന്നത് 90 ദിവസമാണ് പ്രൈസ് പൂൾ കൊടുക്കേണ്ട ആ ഒരു ടൈം എന്ന് പറയുന്നത്. അതിന്റെ മുന്നേ തന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് ടീമുകൾക്ക് പ്രൈസ് പൂൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പേയ്മെന്റ് ഞങ്ങൾ ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ 90 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ അലിഗേഷൻ പറയുകയാണെങ്കിൽ ഓക്കെ, ഇതുവരെ കഴിയാതെ ഞങ്ങളുടെ മാനേജ്മെന്റിനെതിരെ ഞങ്ങളെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആരും സംസാരിക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മളെ സ്കൈ സ്പോർട്സിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും ടീമുകൾക്കും പ്ലേയേഴ്സിനും ആ ഒരു പ്രൈസ് പൂൾ കിട്ടട്ടെ. അപ്പം മാത്രമേ നമ്മളെ എക്കോസിസ്റ്റം നല്ല രീതിയിൽ വളരുള്ളൂ. പുതിയ ടൂർണമെന്റുകൾ വരട്ടെ. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ കേരള കമ്മ്യൂണിറ്റി കപ്പ് 2024 30,000 രൂപ പ്രൈസ് പൂൾ വരുന്നവന്റെ സെമി ഫൈനൽസിലെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 4 മാച്ചുകളായിരുന്നു ഒരു ടീമിനുണ്ടായിരുന്നു. നമ്മുടെ കാസ്ട്രോസ്, പൈ, ജപ്പാൻ, ആ ഒരു ടീമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ EMP ഇവന്റ്സ് വേറെ ലെവൽ ഡോമിനേഷൻ ആണ് കാഴ്ചവെച്ചത്. 22 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ, വേറെ ലെവൽ അഗ്രഷനോട് കൂടിയുള്ള പെർഫോമൻസ് ആണ് ടീം കാഴ്ചവെച്ച. യുവിജോട് സോളോ 11 ഫിനിഷാണ് സ്വന്തമാക്കിയത്. ഈ ഒരു പ്ലെയർ മലയാളിയാണെങ്കിൽ വേറെ ലെവല്
പുതിയൊരു സൂപ്പർ സ്റ്റാർ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മാച്ചിൽ വൊമെക്സ് ഒഫീഷ്യൽസ് 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. നമ്മളെ എക്സ് ബ്ലെയിനിലൊക്കെ കളിച്ച് ഷാഡോ ഒക്കെ ഇപ്പോൾ ഈ ഒരു ലൈനപ്പിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലെയർ 6 7 ഫിനിഷ് ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. ആരാണ് പ്ലെയർ 6 എന്ന് നിങ്ങൾ നെക്സ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ. മാച്ച് 3 നൂബ്സ് 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ. മാച്ച് 4 ഷോ ഗെയിമിംഗ് 5 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറുമാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ഗ്രൂപ്പ് 1 സെമി ഫൈനൽസ് മാച്ചുകൾ അവസാനിച്ചപ്പോൾ EMP ഇവന്റ്സ് ആ ഒരു പോസിറ്റീവിൽ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. 31 ഫിനിഷസോട് കൂടിയിട്ട് 41 ടോട്ടൽ പോയിന്റ് ടീം സ്വന്തമാക്കി. സെക്കൻഡ് ഷോ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 39 പോയിന്റ് ആയിട്ട്. തേർഡ് DMC നിൽക്കുന്നുണ്ട് 39 പോയിന്റ് ആയിട്ട്. 4ാം സ്ഥാനത്ത് ടൈക്കൂൺ മാസ്റ്റേഴ്സ് 38 പോയിന്റ് ആയിട്ടും. 5ാം സ്ഥാനത്ത് വൊമെക്സ് ഒഫീഷ്യൽസ് 32 പോയിന്റ് ആയിട്ടും. 6ാം സ്ഥാനത്ത് നൂബ്സ് 29 പോയിന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പ് 6 ടീമുകളാണ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ടീമുകളൊക്കെ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ടീമാണ് നമ്മൾ ബ്ലൈൻഡ് JJYTക്ക് വേണ്ടിയിട്ട് കളിച്ച കാസ്ട്രോ, സ്പൈ, ഡോക്കി, ജബാൻ തുടങ്ങിയുള്ള ആ ഒരു ലൈനപ്പിന് 4 മാച്ചുകൾ വെറും 2 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. നമ്മളെ സ്പൈയുടെ ഭാഗത്തു നിന്നും ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ ഒരു ഫാൻ ഫേവറേറ്റ് ടീം എന്നുള്ള രീതിയിൽ ആ ഒരു ലെവലുള്ള പെർഫോമൻസ് നമുക്ക് ടീമിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും കാണാനായിട്ട് സാധിച്ചില്ല. 4 മാച്ചിൽ വെറും 2 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് ഈ ഒരു ടീം ബ്ലൈൻഡ് JJYT ഈ ഒരു ടീം പുറത്തായിരിക്കുകയാണ്. ഇനി സെമി ഫൈനൽസിന്റെ ഗ്രൂപ്പ് 2 മത്സരങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. നമ്മുടെ സായിപ്പിന്റെ ടീമിന്റെ മത്സരങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജൂനിയർ ഗെയിമിങ്ങിന്റെ മാച്ചും വരുന്നുണ്ട്. നമ്മുടെ സൈക്കോ ആയിരുന്നു കഴിഞ്ഞ തവണ നമുക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സായിപ്പ് വേഴ്സസ് സൈക്കോ ആ ഒരു കോംബോ നമുക്ക് ഇന്നും കാണാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് 8 മണിക്ക് നമുക്ക് പ്രൊഫസർ റെക്സ് ഗെയിമിങ്ങിന്റെ യൂട്യൂബ് ചാനലിൽ ഈ സെമി ഫൈനൽസ് ഗ്രൂപ്പ് 2യുടെ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവണം. നമുക്ക് നോക്കാം ഏത് 6 ടീമുകൾ കൂടി ആയിരിക്കും അടുത്ത ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.